വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ സമയം കണ്ടല്ലോ, ഇപ്പൊ 12 കാലായിട്ടുണ്ട്. എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്, കുഞ്ഞും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഈ ടൈമിലാണ് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ പറ്റുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കുഞ്ഞുവിന്റെ പുറകെ ഓട്ടായിരിക്കും. എനിക്ക് ഒട്ടും സമയം കിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈമിലാണ് എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് ബേബി ഉറങ്ങിയിട്ടുള്ള എൻ്റെ നൈറ്റ് റുട്ടീൻസ് ഒക്കെ കാണിച്ചു തരാം. നൈറ്റ് റുട്ടീൻ അല്ല, വേറെ എന്തെങ്കിലും പറയാം, പുലർച്ചെ റുട്ടീൻ. അപ്പൊ എനിക്ക് മാർച്ചിലേക്ക് എനിക്ക് അസൈൻമെന്റ് ചെയ്യാനുണ്ട്. അസൈൻമെന്റ് കുറെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഞാൻ എന്താ പഠിക്കുന്നതെന്ന്. ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് BA ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ. അപ്പം എന്താ പറയാ, എനിക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് മാർച്ചില്. അപ്പൊ അതൊക്കെ ചെയ്യാനുണ്ട്. കാരണം മാർച്ച് ആവുമ്പോഴത്തേന് എനിക്ക് എല്ലാം സെറ്റാക്കി വെക്കണം. കാരണം മാർച്ചിൽ എൻ്റെ ഹസ്ബൻഡ് വരികയാണ് നാട്ടിലേക്ക്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആള് ലാസ്റ്റ് വന്നത് ജൂണിലാണ്, കുഞ്ഞുവിന്റെ ബർത്ത്ഡേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, ഞങ്ങൾ ഇത്രയും നാളൊക്കെ കാണാണ്ടിരിക്കും എന്നൊന്നും ഒരിക്കലും വിചാരിക്കാത്ത ആൾക്കാരായിരുന്നു. പക്ഷേ എന്താ പറയാ, അങ്ങനെ സംഭവിച്ചു പോയി. അപ്പൊ അങ്ങനെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഞാൻ എൻ്റെ റുട്ടീൻസിലേക്ക് കിടക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് അസൈൻമെന്റ്സ് കുറെ എഴുതാനുണ്ട്, അത് ഞാൻ എഴുതാണ്. ഓക്കെ. അപ്പൊ അതിന് മുമ്പ് എനിക്ക് എന്താ പറയാ, ഞാൻ ഭയങ്കര ടയേർഡാവും. കാരണം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഞാൻ ഭയങ്കര ടയേർഡാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ഉറക്കം വരും, അതുകൊണ്ട് കോഫി ഉണ്ടാക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കോഫി കുടിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറക്കം കിട്ടില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഉറക്കമില്ലാണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ എനിക്ക് ആകെ രാത്രി മാത്രമേ എനിക്ക് എന്താ പറയാ, ഒരു ഫ്രീ ടൈം എന്നൊക്കെ പറയില്ലേ, കിട്ടുള്ളൂ. പിന്നെ മാത്രല്ല, ഇന്നലെ തൊട്ട് കുഞ്ഞുവിന്റെ വീനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ഞാനതെല്ലാം സ്റ്റോറി പറയാം. എന്തായാലും നമുക്ക് എല്ലാം ചെയ്യുന്നതിനൊപ്പം തന്നെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും അല്ലെ. അപ്പൊ എന്താ പറയാ, ഞാൻ കോഫി ഉണ്ടാക്കാൻ പോവാണേ. അപ്പൊ നമുക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോഫി പൗഡർ, പാലില്ലാത്തത് കൊണ്ട് പാൽപ്പൊടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ എന്താ, പിന്നെ എന്റെ സ്ഥിരം മാഗി, കപ്പ് നൂഡിൽസ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കപ്പ് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിന് 24 മണിക്കൂറും കപ്പ് നൂഡിൽസ് ഉള്ളൂന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ ടേസ്റ്റ്. എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് എനിക്ക് സ്മെൽ ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നത്. ഇപ്പം എൻ്റെ 3ാമത്തെ പ്രാവശ്യമാണ് ഞാനത് കഴിക്കുന്നുണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുഞ്ഞുവിന് ഞാൻ ഇന്നലെ തൊട്ട് വീനിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, കുഞ്ഞിന് ഒരു വയസ്സും 8 മാസവും ആവുന്നതിന് മുമ്പ് എന്താ പാലുകൂടി നിർത്തുന്ന, 2 വയസ്സ് വരെ നമ്മൾ കൊടുക്കണം, കമ്പൽസറി ആയിട്ടും കൊടുക്കണം എന്നുണ്ട്. പക്ഷെ എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും ക്രാക്ക് നിപ്പിൾസ്. അപ്പൊ എനിക്കും അങ്ങനെ വന്നിരിക്കുകയാണ്. എനിക്ക് ആദ്യം ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു, അവൾക്ക് 1 വയസ്സാവുന്നതിന് മുമ്പ്. പക്ഷെ അപ്പോൾ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഞാനത് ഓയിൻമെന്റ് ഒക്കെ തേച്ച് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നത് എക്സ്ട്രീം ആയി എന്നൊക്കെ പറയില്ലേ, അത്രയും സീനായി. ഇപ്പൊ എനിക്ക് എന്താ പറയാ, ഇപ്പൊ നമ്മൾ പാല് ഉറ്റുന്നതിന് പകരം ബ്ലഡ് ആണ് ഉറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും എനിക്ക് പ്രശ്നമായപ്പോ അത് പഴുപ്പൊക്കെ വന്ന പോലെ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറും പറഞ്ഞത് 1 വയസ്സ് വരെ മാത്രം നിർബന്ധമുള്ളൂ. പിന്നെയൊക്കെ നമ്മളുടെ അമ്മ ആൻഡ് മക്കൾ ബോണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 2 വയസ്സ് വരെ കൊടുക്കണം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ നിർത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. പശുമ്പാല്, നല്ല കട്ടിയുള്ള പശുമ്പാല് കൊടുക്കാൻ പറഞ്ഞു, ഒരു തരി പോലും വെള്ളം ചേർക്കാത്തത്. പക്ഷെ എനിക്ക് തോന്നണില്ല ഒരു തരി പോലും വെള്ളം ചേർക്കാത്തത് ഇപ്പൊ കിട്ടുന്ന. കാരണം ഇപ്പൊ എല്ലായിടത്തും വെള്ളം ആഡ് ചെയ്യും. അപ്പൊ നമ്മള് ആള് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പീഡിയാഷ്യൂർ ആണ് കേട്ടോ. അത് നിങ്ങള് അങ്ങനെ എന്താ പറയാ, അങ്ങനെ കൊടുക്കരുത്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം, ഒരു പീഡിയാട്രിക്കിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ.
അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പീഡിയാഷ്യൂർ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാനൊക്കെ. പക്ഷെ ഇന്നലെ നല്ല വാശിയായിരുന്നു. ഇന്ന് അവള് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് പറ്റായിട്ടാണ്. എനിക്ക് ഭയങ്കര, എല്ലാ മദേഴ്സിനും അറിയുന്നുണ്ടായിരിക്കും ആ ഒരു ഫീലിംഗ് എന്താന്ന് വെച്ചാൽ ഭയങ്കര റിഗ്രറ്റ് ആണ് എനിക്ക്. ചിലപ്പോൾ തോന്നും കൊടുക്കാം, എല്ലാം വേദനയും സഹിച്ച് കൊടുക്കാം എന്നൊക്കെ തോന്നും. പക്ഷെ അത് അവൾക്കും ഗുഡല്ല അല്ലെ. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ ബാ. ഇത് കണ്ടോ, ഇത് നമ്മുടെ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ വെച്ചതാണ് കേട്ടോ. നല്ല തൈരിട്ട മുളകും കൈപ്പയ്ക്കും നമ്മളൊരു പൊതിച്ചോറ് വീഡിയോ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ ഞാനൊരു കോഫി ഉണ്ടാക്കട്ടെ. എനിക്ക് പറഞ്ഞ പോലെ അസൈൻമെന്റ്സും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു തട്ടിക്കൂട്ട് കോഫിയാണ് ഉണ്ടാക്കല്, അല്ലാതെ നമ്മള് ഭയങ്കര എഫേർട്ട് ഇട്ട് അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട്. ഈ മാഗി എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പം കുറച്ച് കഴിഞ്ഞ ഒരു 5 minutes കൊണ്ട് തന്നെ മാഗി സെറ്റ് ആവും കേട്ടോ. അതാണ് ഇത്ര എളുപ്പമുള്ളതാണ് ഞാൻ ഈ ഇടയ്ക്ക് മേടിക്കുന്നത് ഗൈസ്. ഇപ്പൊ മനസ്സിലായല്ലേ. പിന്നെ ഒരു ഫ്രീ ആയിട്ട് ഒരു ഫോർക്കും കൂടെ കിട്ടും. ഇനി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അസൈൻമെന്റ്സ്. അപ്പം ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പഠിക്കാനുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് കേട്ടോ. അപ്പം എനിക്ക് പറ്റിയൊരു ടോപ്പിക്കാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇത്രയും എഴുതിയിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിട്ടൊന്നല്ല എഴുതണേ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ എഴുതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നന്നായി എന്താ പറയുക സംസാരിക്കാൻ പറ്റും, ഓർ എഴുതാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ പോകുന്നുമുണ്ട്. കാരണം എനിക്കൊരു ഡിസോർഡർ ആണ്, എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് ഞാൻ ഡോക്ടേഴ്സ് ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ സങ്കടം വന്ന എക്സ്ട്രീം സങ്കടമായിരിക്കും, സന്തോഷം വന്ന എക്സ്ട്രീം സന്തോഷമായിരിക്കും, അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് വന്ന എക്സ്ട്രീം എക്സൈറ്റ്മെന്റ്, അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് കേട്ടോ എൻ്റേത്. അങ്ങനെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് ഓക്കെ ആക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മാറ്റിയെടുക്കണം എന്നുള്ളൊരൊറ്റ ചിന്തയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോറി ഗൈസ്, ഇപ്പം എൻ്റെ സ്റ്റോറേജ് ഇടയ്ക്കിടയ്ക്ക് ഫുള്ളാവുന്നുണ്ട്. ഇങ്ങനെ കുറേ വീഡിയോസ് എടുക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസോർഡർ കാരണം. അപ്പം എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നുണ്ടായിരുന്നില്ല. ഒരു ഡോക്ടേഴ്സിനും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എനിക്ക് ആരെ കാണിച്ചാലും ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക എൻ്റെ ഇമോഷൻസിൻ്റെ കളിയായിരിക്കാം മേ ബി. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക അവരെന്നെ കളിയാക്കുന്നത് പോലെ, ചില ടോക്സൊക്കെ എനിക്ക് കളിയാക്കുന്നത് പോലെ ഫീൽ ചെയ്തു. അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെക്കൊണ്ട് നമ്മളെ നന്നാക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴാണോ മൈൻഡ് കൊണ്ട് ഓക്കെ ഐ എം റെഡി എന്ന് തോന്നുന്നത് അപ്പം മാത്രമേ നമുക്ക് എന്താ പറയുക സെറ്റ് ആവാൻ പറ്റുള്ളൂ.
അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. ഞാൻ റെഡി ആവണം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പുറമേ ഞാൻ ഓക്കെ ശരിയാവണം എന്നുണ്ടായിരിക്കും, പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഞാൻ അപ്പോഴും ഓക്കെ ആയിരുന്നില്ല. അപ്പോഴും എന്താ പറയാ, ഞാന് വിചാരിച്ചിരുന്നത് അവരൊക്കെ എന്നെ കളിയാക്കാണോ, അങ്ങനത്തെ ഒരു തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്തത്, നമുക്ക് നന്നാവണമെങ്കിൽ ആരുടെ ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നന്നാവലല്ല ഇതൊരു ഡിസോർഡർ ആണ്. ചിലതിന് ഞാൻ ഡിസോർഡർ എന്താ പറയാ, ചെറുതാക്കി പറയല്ല. ചിലർക്ക് ഇത് എക്സ്ട്രീം ലെവൽ ഉണ്ടാവും. എനിക്ക് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ എന്തേലും ആൾക്കാരെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന വെച്ചിട്ട് പറയുന്നതാണോ, പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്യുക, ഭയങ്കരമായിട്ട് വിഷമിക്കുക. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. കരഞ്ഞുകൊണ്ടിരുന്നവര് ഫുൾ കരച്ചിലായിരിക്കും. ഫുൾ കരച്ചിൽ. അവരെന്നെയായിട്ട് ഓക്കെ ആവുന്നത് വരെ ഞാൻ കരച്ചിലായിരിക്കും. ഇപ്പോ സന്തോഷിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതെനിക്ക് ഇപ്പോഴും ഉണ്ട്, പക്ഷെ കുറച്ചൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് നല്ല രീതിക്ക് ദേഷ്യം വരും. ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ അതുപോലെയാണ് എനിക്ക് ഇമോഷൻസ് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇപ്പൊ കുറച്ചൊക്കെ കൺട്രോൾഡാണ് കേട്ടോ. കുറച്ച് ഫുൾ കൺട്രോൾഡ് ആണെന്ന് പറയുന്നില്ല, കുറച്ചൊക്കെ കൺട്രോൾഡാണ്. അപ്പോ ഞാൻ പറയുന്ന പോലെ ഇതിന്ന് മനസ്സിലാക്കിയത്, നമുക്ക് റെഡി ആവണം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്ന് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ ആരെ കൊണ്ടും പറ്റില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഞാന് എന്റെ ഹാപ്പിനെസ് ഞാൻ പലതിന്ന് കണ്ടെത്താൻ തുടങ്ങി. നമ്മൾ ഈ ഫ്രസ്ട്രേറ്റഡ് ആവുക, നമ്മൾ ഈ ദേഷ്യം പിടിക്കപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഈ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരിക എന്ന് പറയുന്നത്. നമ്മൾ ഇമോഷണലി ആളായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക, അവരുടെ പറയുന്ന എല്ലാം ഉള്ളിലേക്ക് എടുക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇമോഷണലി ഭയങ്കര വൾണറബിൾ ആവുക, ഭയങ്കര എന്താ പറയാ, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നെ തന്നെ സെൽഫ് ലവ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ സെൽഫ് ലവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് സൂസൈഡൽ തോട്ട്സും കാര്യങ്ങളൊക്കെ അനുഭവിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതിൽ നിന്നൊക്കെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല കേട്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഞാൻ പുറത്തേക്ക് വന്നത് സെൽഫ് ലവ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ആദ്യമേ നമ്മളെ തന്നെ സ്നേഹിക്കുക, നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണോ സന്തോഷം അത് ചെയ്യാം. ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് സെക്കൻഡറി. ഓക്കെ, ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് നമ്മളെ തന്നെ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളേനെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതൊരു സത്യമായിട്ടുള്ളൊരു സംഭവമാണ്. അല്ലാതെ നമുക്ക് നമ്മളേനെ ബെറ്റർ വേർഷൻ ആൾക്കാർക്ക് കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബെറ്റർ വേർഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളുടെ ബെറ്റർ വേർഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ബെറ്റർ വേർഷൻ ആൾക്കാർക്ക് കൊടുത്താൽ മാത്രമേ അവരും ഹാപ്പി ആവുള്ളൂ. അപ്പൊ അവര് ഹാപ്പി ആവുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവും, ഫുൾ ഹാപ്പി. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ ഞാനിതൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് എനിക്ക് വന്നോണ്ടാട്ടോ. ഇതില് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇമോഷൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈഫിൽ ഒരു എസെൻഷ്യൽ പാർട്ട് എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും നമുക്ക് കഴിയണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോറി, ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു കണ്ടീഷനിന്, ആ ഒരു ഡിസോർഡറിന് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് ഇത്രയും, ഞാൻ ഭയങ്കര കാം ആൻഡ് കൂൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില സമയത്ത് ഞാൻ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുമായിരിക്കും, പക്ഷെ എനിക്ക് ഒരുപാടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ
നമ്മുടെ മനസ്സിന്റെ ആ ഒരു കീ ഉണ്ടല്ലോ, അത് വേറെ ആർക്കും കൊടുക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇതേ എന്റെ ന്യൂഡിൽസ് ഒക്കെ ഡ്രൈ ആയി തുടങ്ങി. ഞാൻ അത് കഴിക്കട്ടെ കേട്ടോ. എന്താ പറയാ, ഇതൊന്ന് മാറ്റി വെച്ച് ഞാൻ കഴിക്കട്ടെ. കാരണം എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് എൻ്റെത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എൻ്റെ ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് സംഭവമാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫുഡ് കഴിക്കുന്നത് ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോ അത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, നമ്മൾ തന്നെ ഹാപ്പി ആക്കാം. ഓക്കെ, നമ്മളെ ഒഴിവാക്കുന്നവരെ നമുക്ക് വേണ്ടടോ. നമ്മളെ സ്നേഹിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മുടെ ഫാമിലി, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ ബ്രദർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവര് മതി നമുക്ക്. നമ്മുടെ മക്കൾ. ഞാൻ എൻ്റെ ഒരു സംഭവമായിട്ട് ഉദ്ദേശിച്ചത്, എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. എന്നെ സ്നേഹിക്കാത്തവർ മാത്രമേ എന്നെ നിന്ന് അകന്നിട്ടുള്ളൂ. എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോ നിങ്ങളുടെ ലൈഫിലും നമ്മളെ സ്നേഹിക്കാത്തവരെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന സംഭവമല്ല അത്. നമ്മള് ഫുഡ് കഴിച്ച് ആശ്വസിക്കുക, മൂവ് ഓൺ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. നിങ്ങളല്ലെങ്കിൽ വെള്ളമിറക്കി എനിക്ക് നാളെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടൂല. സോ ഗൈസ്, ഇത്ര നേരം കൊണ്ട് ഞാനാകെ ഒരു ക്വസ്റ്റ്യനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, കുറെ നാളായിട്ട് എഴുതാത്തോണ്ടാ തോന്നുന്നു എൻ്റെ കൈയൊന്നും വഴങ്ങുന്നുണ്ടായിരുന്നില്ല. ഇനി എഴുതാനുള്ള എനർജി എനിക്കില്ല. മാർച്ച് വരെ ടൈം ഉണ്ട്. മാർച്ച് 31 ആണ് ലാസ്റ്റ് ഡേറ്റ്. അതുവരെ ടൈം ഉണ്ട്. എനിക്കറിയാം ഞാൻ ഭയങ്കര സ്ലോ ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബിക്കോസ് എനിക്ക് വയ്യ ഗൈസ്, എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. ഇപ്പൊ സമയം 2:15. ഓക്കെ ഗൈസ്, ഇതൊരു വ്ലോഗായിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത്രേ ഉള്ളൂ എനിക്ക്. ഒരാൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇവിടെ. നല്ല ഉറക്കാണ്. ഇനി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ കിടന്നു കഴിഞ്ഞുള്ള ഉറക്കം പോകും. അങ്ങനെയാണ് പൊതുവെ എനിക്ക് ഉണ്ടാവാറുള്ളത്. പിന്നെ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ കണ്ടാലും അങ്ങനത്തെ ഐറ്റംസ് ഞാൻ മേടിക്കലുണ്ട്. അപ്പം എനിക്കത് ഗിവ് അവേ കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറവാണ്. എന്താ പറയുക, അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല സജഷൻ, ഞാൻ എന്നും പറയുന്ന ഡയലോഗാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും 100K 1 million ഒക്കെ ആയിരിക്കും. നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ തന്നെ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമാണ് ഗിഫ്റ്റ് ചെയ്യാൻ. ഞാൻ കിടന്നുറങ്ങട്ടെ.